അപ്പോൾ ഇന്ന് നമ്മളെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നെയ്ച്ചോറും നല്ല പരിപ്പ് കറി, പിന്നെ അധികം ചിക്കൻ പൊരിച്ച് ചിക്കൻ 65 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഒരു ലേശം പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, കുക്കറൊന്ന് 2 വിസിലടിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ പൊരിക്കുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, നെയ്ച്ചോറും പരിപ്പ് കറി, ചിക്കൻ 65, ചിക്കൻ മസാല. നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ആഡ് ചെയ്യാം. തലകളൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലവർ. എന്ത് ചെയ്യാം, ലേശം വിനാഗിരി വയ്ക്കാം. നമ്മൾ തൈര് ഇടുന്നില്ലെന്ന്, അതിന് പകരമായിട്ട് ലേശം വിനാഗിരി ഇറച്ചിയൊക്കെ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ക്രിസ്പിനെസ് നല്ല വേണ്ട ഒരു കുറച്ച് അരിപ്പൊടിയും കൂടി യൂസ് ചെയ്യട്ടെ. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കൊരു ഫ്ലേവറിനൊരു സ്മെല്ലിന് വേണ്ടി. അപ്പോൾ ഇനി 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, ലേശം നെയ്യ് ഒഴിക്കാം. പറയിട്ടാ കടുകിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വേപ്പില, തോന്നുമുളക്, ആവശ്യമായിട്ടുള്ള ഉപ്പിടാൻ മതി. നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ സ്റ്റൈലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പരിപ്പ് ആഡ് ചെയ്യാം. നമ്മളെ മല്ലിയില ഒന്ന് മേലിട്ട് കഴിഞ്ഞാൽ എന്തായി, ഈ കറി ഇവിടെ ഫിനിഷായി. പരിപ്പ് കറി ഓക്കെ. ഇനി നമ്മൾ നെയ്ച്ചോറിലേക്ക് കിടക്കാൻ ഇട്ടാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക്, ജീരകം, ബേ ലീഫ് ഇതെല്ലാം കൂടി നമുക്ക് തട്ടി കൊടുക്കാം. അതിലേശം സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കഴിയും. ഞാനിവിടെ 5.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഗ്ലാസ്, 1.5 ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കും. ആവശ്യത്തിനുള്ള അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പിടാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വിനാഗിരി. എന്നിട്ട് ഗ്യാപ്പിൽ എന്ത് ചെയ്യാം, കിസ്മിസ്, അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിത് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് ലാസ്റ്റ്. ഒരു ലേശം സവാളയും കൂടി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് വറുത്തെടുക്കാം. നമ്മളെ വെള്ളം നന്നായിട്ട് വട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഇടാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോർക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, സവാള ഇതെല്ലാം കൂടെ വറുത്തെടുത്ത് ചെയ്യാം. കുറച്ച് മല്ലിച്ചപ്പും പൊതിനൊക്കെ വേണ്ടി. 2ാം സ്റ്റെപ്പ് ഇവിടെ എന്തായിട്ടുണ്ട്, വറുത്ത് കോരാനുള്ള പരിപാടിയാണ്. ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കും കഴിക്കും. റൈസ് ഇവിടെ നന്നായിട്ട് എന്തായിട്ടുണ്ട്, ദമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഉടച്ചെടുക്കാം. ആദ്യത്തെ വിളമ്പര് ഗണപതിക്ക്. ഇരിപ്പ് കണ്ടില്ലേ, നല്ല പരിപ്പ് കറി നെയ്ച്ചോർക്ക് ഇങ്ങനെ വറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പപ്പടം. ജിഞ്ച എന്ന് പറഞ്ഞ ആളിട്ടാ മൂപ്പരാണ് ജിഞ്ച. ഒന്നായിട്ടുള്ളൂ എല്ലാം മറ്റേ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. കുറച്ച് ചോറ്, അതിൻ്റെ മേലെ ഒരു ചെറിയ ചിക്കൻ പീസ്, ഒരു കഷ്ണം പപ്പടം, ഒരു സവാള, ഒരു പച്ചമുളക് അങ്ങനെ കുഴച്ചിട്ട് ആക്കരണല്ലേ, ഒന്നും പറയില്ല.